കുവൈറ്റിലേക്ക് വിസിറ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ എത്തുന്ന യാത്രക്കാർക്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ മാത്രം വിരലടയാളം രേഖപ്പെടുത്തണം. ഈ നടപടിക്രമം എന്താണ്? എവിടെയാണ് ബയോമെട്രിക് എടുക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. നജ്മ മജീദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്നും. നജ്മ, എന്താണ് ബയോമെട്രിക്? അജി പറഞ്ഞതുപോലെ കുവൈറ്റിൽ എത്തുന്ന ആളുകൾക്ക് ഇനി ബയോമെട്രിക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം നിർബന്ധിത സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും കുവൈറ്റിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുന്ന ആളുകൾ, അവിടെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ സംശയങ്ങളുണ്ടാവും, ആശങ്കകളുണ്ടാവും. അത്തരം സംശയങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. എന്താണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. പ്രേക്ഷകർക്കറിയാം എന്താണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ എന്നുള്ളത്. വിരലടയാളം രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ബയോമെട്രിക് രജിസ്ട്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനാണ് കുവൈത്തിൽ അത്തരം ഒരു നിർബന്ധിത സാഹചര്യം വരുന്നത് എന്നുള്ളതാണ്. പാസ്പോർട്ടും വിസയും ബയോമെട്രിക് ഡാറ്റയുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് രാജ്യം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സന്ദർശകന്റെ വരവും പോക്കും രാജ്യത്തിന് നിരീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയൊരു നിർബന്ധിത സാഹചര്യത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. മറ്റൊന്ന്, എവിടെയാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും ഉണ്ടാകും. അതെവിടെയാണെന്നുള്ളത് നോക്കുമ്പോൾ കുവൈത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ബയോമെട്രിക് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. നമ്മുടെ എൻട്രി പോയിന്റുകളിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ വരുന്നത് വിമാനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ കരമാർഗത്തിലാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഈ ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങളുണ്ടാകും. കടൽ തുറമുഖങ്ങളിലും നിങ്ങൾ കടൽ മാർഗമാണ് വരുന്നതെങ്കിൽ കടൽ തുറമുഖങ്ങളിലും ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങളുണ്ടാകും. ഇനി അടുത്തൊരു സംശയം എന്ന് പറയുന്നത് പുറപ്പെടുമ്പോൾ എന്താണ് പരിശോധന എന്നുള്ളതാണ്. പുറപ്പെടുമ്പോൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രാജ്യത്തേക്ക് പ്രവേശിച്ചു, തിരിച്ച് നിങ്ങൾ രാജ്യത്ത് നിന്ന് പുറത്ത് കിടക്കുമ്പോൾ എന്തെങ്കിലും പരിശോധന ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് സാധാരണയായി പുറപ്പെടുമ്പോൾ വീണ്ടും ബയോമെട്രിക് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു തവണ ഇത് നൽകിയാൽ മതി. അത് നിങ്ങളുടെ എൻട്രി പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതുമാണ്. ഇനി അതിൻ്റെ ആ സമയത്ത് പരിശോധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വിസയുടെ സാധുത തന്നെയാണ്. നമ്മൾ സ്വാഭാവികമായും എല്ലാ യാത്രയിലും അത് ചെയ്യുന്നതുമാണ്. എൻട്രിയിലും എക്സിറ്റിലും ഒക്കെ അത് ചെയ്യുന്നതാണ്. എന്നാൽ എൻട്രിയിൽ എടുത്ത ബയോമെട്രിക് ഉപയോഗിച്ചുള്ള ഐഡന്റിറ്റി നമ്മൾ പുറപ്പെടുമ്പോഴും വീണ്ടും പരിശോധിക്കപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന്, സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ പരിശോധിക്കുന്നതാണ്. ഇനി അവസാനമായി വരുന്നത്, എൻട്രിയിൽ ബയോമെട്രിക് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എൻട്രി സമയത്ത് രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെന്നിരിക്കെ, ഇപ്പോൾ ഇതൊരു നിർബന്ധിത സാഹചര്യമായിട്ട് നിലനിൽക്കെ ഇതിനു മുമ്പ് തന്നെ ഈ ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തേക്ക് പ്രവേശിച്ച ആളുകളുണ്ടാവാം. അത്തരത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ ഇത് ഇങ്ങനെ ഒരു ബയോമെട്രിക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെത്തി അത് നിർബന്ധമായും പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇത്രയുമാണ് ബയോമെട്രിക് രജിസ്ട്രേഷനുമായിട്ട് സംസാരിക്കാനുള്ളത്. ഇതിൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എൻട്രിയിലും എക്സിറ്റിലും ഈ ബയോമെട്രിക് രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻട്രി സമയത്ത് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും എക്സിറ്റ് സമയത്ത് ഇത് ചോദിക്കും. അപ്പോൾ ഉറപ്പായും ഇത് എവിടെയാണ്, ഏത് കേന്ദ്രങ്ങളിലാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുക എന്ന് അന്വേഷിക്കുക. ഉടനെ തന്നെ അത് ചെയ്യുക.